ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ദ റീമാൻ ഇൻറ്റഗ്രബിൾ ആണ്. അപ്പോൾ അതിലെ ഫസ്റ്റ് പ്രോപ്പർട്ടി നമുക്ക് നോക്കാം. തിയറം 1, ഇഫ് എഫ് ബിലോങ്സ് ടു ആർ ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ദെൻ ദ വാല്യൂ ഓഫ് ദ ഇൻറ്റഗ്രൽ ഈസ് യുണീക്ക്ലി ഡിറ്റർമിൻഡ്. എന്താ പറയുന്നത്? ഒരു ഫംഗ്ഷൻ റീമാൻ ഇൻറ്റഗ്രബിൾ ആണെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഇൻറ്റഗ്രൽ വാല്യൂ യുണീക്ക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൂഫ് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. യുണീക്ക് അല്ല എന്ന് ആദ്യം സപ്പോസ് ചെയ്യും, ദെൻ നമുക്കൊരു കോൺട്രഡിക്ഷനിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, യുണീക്ക് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ആ ഇൻറ്റഗ്രൽ വാല്യൂവിന് രണ്ട് വാല്യൂസ് വരാം, അതായത് ഒന്നിൽ കൂടുതൽ വാല്യൂസ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നാണ് അർത്ഥം. പ്രൂഫ് നോക്കാം. ലെറ്റ് എഫ് ബിലോങ്സ് ടു ആർ ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആൻഡ് ഇഫ് പോസിബിൾ ലെറ്റ് ഇൻ്റർവൽ എ ടു ബി എഫ് ഈക്വൽ ടു L1 ആൻഡ് ഇൻ്റർവൽ എ ടു ബി എഫ് ഈക്വൽ ടു L2 where L1 and L2 are distinct. Then modulus of L1 minus L2 greater than 0 and choose epsilon equal to modulus of L1 minus L2 by 2. ഓക്കെ, L1 L2 എന്തല്ല എന്ന് പറഞ്ഞു? ഈക്വൽ നമ്പേഴ്സ് അല്ല. സോ അവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് മോഡുലസ്, ഡിഫറൻസിൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. സോ നമ്മൾ എപ്സിലോൺ എന്ന് പറയുന്നത് എന്തായിട്ട് എടുത്തു? മോഡുലസ് ഓഫ് L1 മൈനസ് L2 ബൈ 2 ആയിട്ട് എടുത്തു. ഓക്കെ, ഇനി ഈ ഫംഗ്ഷൻ തന്നിരിക്കുന്ന ഫംഗ്ഷൻ റീമാൻ ഇൻറ്റഗ്രബിൾ ആണ്. ആ ഫംഗ്ഷൻ്റെ ഇൻറ്റഗ്രൽ വാല്യൂ L1 ആണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ബൈ ഡെഫിനേഷൻ ഓഫ് റീമാൻ ഇൻറ്റഗ്രബിൾ ഫംഗ്ഷൻ പ്രകാരം എന്ത് പറയാം? ഈ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ എപ്സിലോൺ എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, ആ ഡെൽറ്റ എപ്സിലോൺ ഞാൻ ഡെൽറ്റ 1 ആയിട്ട് ചൂസ് ചെയ്യുന്നു. സച്ച് ദാറ്റ് ഏതൊരു ടാഗഡ് പാർട്ടീഷൻ നിങ്ങൾ കൺസിഡർ ചെയ്യുക വിത്ത് നോം ലെസ് ദാൻ ഡെൽറ്റ 1 സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എസ് ഓഫ് എഫ് കോമ പി ഡോട്ട് മൈനസ് L1 എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. അതായത് നമുക്കറിയാം തന്നിരിക്കുന്ന ഫംഗ്ഷൻ റീമാൻ ഇൻറ്റഗ്രബിൾ ആണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അവിടെ ഒരു റിയൽ നമ്പർ എക്സിസ്റ്റ് ചെയ്യും. ആ റിയൽ നമ്പർ ഇവിടെ നമ്മുടെ എന്താണ്? L1 ആണ്. സോ L1 എന്ന് പറയുന്നത് താഴെ പറയുന്ന രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ആ കണ്ടീഷൻ എന്തായിരുന്നു? മോഡുലസ് ഓഫ് എസ് ഓഫ് എഫ് കോമ പി ഡോട്ട് മൈനസ് L1 എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കണം. ആ പി ഡോട്ട് എന്ന് പറയുന്ന ടാഗഡ് പാർട്ടീഷൻ നോം എന്ന് പറയുന്നത് ലെസ് ദാൻ ഡെൽറ്റ എപ്സിലോൺ ആയിരിക്കണം. ആ ഡെൽറ്റ എപ്സിലോൺ നമ്മളെടുക്കുന്ന എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയി കിട്ടുന്ന ഡെൽറ്റ എപ്സിലോൺ ആണ്. സോ ഇവിടുത്തെ ഡെൽറ്റ എപ്സിലോൺ നമ്മൾ എന്തായിട്ട് ചൂസ് ചെയ്യണം? ഡെൽറ്റ 1 ആയിട്ട് ചൂസ് ചെയ്യണം. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഫംഗ്ഷൻ റീമാൻ ഇൻറ്റഗ്രബിൾ ആണ്. ആ ഫംഗ്ഷന് ഇൻറ്റഗ്രൽ വാല്യൂ L2 വരുമെന്ന് പറഞ്ഞു. അങ്ങനെ എഗെയിൻ അവിടെ നമ്മൾ ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മോഡുലസ് ഓഫ് എസ് ഓഫ് എഫ് കോമ പി ഡോട്ട് മൈനസ് L2 എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ആണെന്ന് കിട്ടും. ഓക്കെ, അവിടെ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കുന്നത് ഡെൽറ്റ 2 എന്ന് പറയുന്ന വാല്യൂ ആണ്. ഓക്കെ, നൗ ലെറ്റ് ഡെൽറ്റ ഈക്വൽ ടു മിനിമം ഓഫ് ഡെൽറ്റ 1 ആൻഡ് ഡെൽറ്റ 2. എന്തുകൊണ്ട് നമ്മൾ മിനിമം എടുത്തത്? സപ്പോസ് ഫസ്റ്റ് കേസിൽ നമുക്ക് ഡെൽറ്റ 1 എന്ന് പറയുന്നത് 3 ആയിട്ട് എടുക്കുകയാണെങ്കിൽ അവിടെ എന്താ പറയുന്നത്? നോം പി ഡോട്ട് എന്ന് പറയുന്നത് ലെസ് ദാൻ ഡെൽറ്റ 1 ആയിരിക്കണം. ഈ ഡെൽറ്റ 1 ഞാൻ 3 ആയിട്ട് എടുത്തു. അതായത് നമ്മളെടുക്കുന്ന ആ ടാഗഡ് പാർട്ടീഷൻ്റെ ലാർജസ്റ്റ് ഇൻ്റർവെലിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ലെസ് ദാൻ 3 ആവണം. അതായത് 3നേക്കാളും ചെറിയ ലെങ്ത്ത് വരുന്ന ഏതൊരു ടാഗഡ് പാർട്ടീഷൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഈ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഇനി സെക്കൻഡ് കേസിൽ ഡെൽറ്റ 2 ഞാൻ 2 ആയിട്ട് എടുത്തു. ഓക്കെ, ഡെൽറ്റ 2 ആണെങ്കിൽ അതിനർത്ഥം എന്താ? നമ്മളെടുക്കുന്ന ആ ടാഗഡ് പാർട്ടീഷൻ്റെ ലാർജസ്റ്റ് ഇൻ്റർവെലിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ലെസ് ദാൻ 2 ആയിരിക്കണം. 2ന് താഴെ വരുന്ന ഏതൊരു നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ 3യുടെ താഴെ വരുന്ന ഏത് ടാഗഡ് പാർട്ടീഷനും ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതുപോലെ തന്നെ 2ന് താഴെ വരുന്ന ഏത് ടാഗഡ് പാർട്ടീഷൻ എടുക്കുകയാണെങ്കിലും നമുക്ക് സെക്കൻഡ് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, അങ്ങനെയെങ്കിൽ ലാർജസ്റ്റ് ആണ് നമ്മളിപ്പോൾ എടുക്കുന്നത് മാക്സിമം ഓഫ് ഡെൽറ്റ 1 ഡെൽറ്റ 2 ആയിരുന്നെങ്കിൽ, അതായത് ഇവിടെ നമ്മൾ ഡെൽറ്റ 1 എന്ന് പറയുന്നത് 3 ആയിട്ട് എടുത്തു. ഓക്കെ, ഡെൽറ്റ 1 എന്ന് പറയുന്നത് 3, ഡെൽറ്റ 2 എന്ന് പറയുന്നത് 2 ആയിട്ട് എടുത്തു വിചാരിക്കും. ഓക്കെ, ഈ ഡെൽറ്റ 1 3 അത് ഈ ഫസ്റ്റ് കണ്ടീഷൻ, ഡെൽറ്റ 2 എന്ന് പറയുന്നത് ഈ സെക്കൻഡ് കണ്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം, നമ്മൾ മാക്സിമം ആണ് ഡെൽറ്റ 1ൻ്റെയും ഡെൽറ്റ 2ൻ്റെയും മാക്സിമം എടുക്കണോ? അതായത് നമുക്കിവിടെ എന്താ പറയുക? ഡെൽറ്റ 1 ഡെൽറ്റ 2ൻ്റെ മാക്സിമം ആയിട്ട് ഇവിടെ വരുന്നത് 3 ആണല്ലേ? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്തായാലും സാറ്റിസ്ഫൈ ചെയ്യും. കാരണം എന്താ? അവിടെ നമ്മൾ നോം എന്ന് പറയുന്നത് ലെസ് ദാൻ 3 ആയാൽ മതി. അതായത് 3നേക്കാളും ചെറുതായി വരുന്ന ഏത് ടാഗഡ് പാർട്ടീഷൻ എടുത്തു കഴിഞ്ഞാലും ഫസ്റ്റ് കണ്ടീഷൻ എന്തായാലും ഹോൾഡ് ചെയ്യും.
പക്ഷേ സെക്കൻഡ് കണ്ടീഷൻ ഹോൾഡ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. കാരണം എന്താ, അവിടെ നമ്മൾ പറയുന്നത് 2നേക്കാളും ചെറിയ വാല്യൂ വരുന്ന ഏത് ടാഗഡ് പാർട്ടീഷൻ എടുത്തു കഴിഞ്ഞാലും ഈ സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷേ 3 അതായത് 2നേക്കാളും വലിയ നമ്പർ വന്നു കഴിഞ്ഞാൽ ഈ സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്യാണ്, മിനിമം ഓഫ് Δ1 Δ2 എടുക്കുകയാണ്. ഇവിടെ നോക്കുമ്പോൾ മിനിമം എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, 2 എന്ന് പറയുന്നത് 3നേക്കാളും ചെറിയൊരു വാല്യൂ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, 3നേക്കാളും ചെറിയ വാല്യൂ വരുന്ന ഏത് പാർട്ടീഷൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. സോ 2 എടുത്തു കഴിഞ്ഞാലും എന്ത് സാറ്റിസ്ഫൈ ചെയ്യും, ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതുപോലെ തന്നെ സെക്കൻഡ് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ നമ്മളിവിടെ ഡെൽറ്റ ചൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് കണ്ടീഷനും ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ടാഗഡ് പാർട്ടീഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഒരു മിനിമം ഓഫ് Δ1 Δ2 ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ നമ്മൾ ഡെൽറ്റ ആയിട്ട് മിനിമം ഓഫ് Δ1 Δ2 ചൂസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു ഡെൽറ്റ കിട്ടി. അപ്പോൾ ആ ഡെൽറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഞാനൊരു ടാഗഡ് പാർട്ടീഷൻ എടുക്കുകയാണ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിക്ക് വിത്ത് നോം ക്യൂ ഡോട്ട് എന്ന് പറയുന്നത് ലെസ് ദാൻ ഡെൽറ്റ. ഓക്കെ, നോം ക്യൂ ഡോട്ട് എന്ന് പറയുന്നത് ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറഞ്ഞു. അതിനർത്ഥം എന്താ, ഈ ഡെൽറ്റ എന്ന് പറയുന്നത് മിനിമം ഓഫ് Δ1 Δ2 ആണ്. ഓക്കെ, അപ്പോൾ അതെന്തായാലും ഈ നോം ക്യൂ ഡോട്ട് എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ലെസ് ദാൻ Δ1 ആണ്, ലെസ് ദാൻ Δ2 ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് നോം ക്യൂ ഡോട്ട് എന്ന് പറയുന്നത് ലെസ് ദാൻ Δ1 ആണെങ്കിൽ ആ ഫസ്റ്റ് കണ്ടീഷനിൽ ഈ കണ്ടീഷനിൽ അത് കൊടുക്കുമ്പോൾ എന്ത് വരും, ഈ കണ്ടീഷനിൽ നമ്മളത് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ എന്ത് വരും, മോഡുലസ് ഓഫ് എസ് ഓഫ് എഫ് കോമ ക്യൂ ഡോട്ട് മൈനസ് L1 എന്ന് പറയുന്നത് ലെസ് ദാൻ ആപ്സിലോൺ ആയിരിക്കും. അതുപോലെ തന്നെ എന്ത് പറയാം, സെക്കൻഡ് കണ്ടീഷനിൽ ഇത് കൊടുക്കുമ്പോൾ എന്ത് വരും, മോഡുലസ് ഓഫ് എസ് ഓഫ് എഫ് കോമ ക്യൂ ഡോട്ട് മൈനസ് L2 എന്ന് പറയുന്നത് ലെസ് ദാൻ ആപ്സിലോൺ ആയിരിക്കും. ഓക്കെ, ഇനി താഴെ നമ്മൾ നോക്കുക, ദെർഫോർ മോഡുലസ് ഓഫ് L1 മൈനസ് L2 എന്ന് പറയുന്നത് ഈക്വൽ ടു മോഡുലസ് ഓഫ് L1 മൈനസ് എസ് ഓഫ് എഫ് കോമ ക്യൂ ഡോട്ട് എന്ന് പറയുന്നത് ആഡ് ചെയ്യുകയും ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, ദെൻ ബൈ ട്രയാങ്കിൾ ഇനീക്വാളിറ്റി പ്രകാരം വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എസ് ഓഫ് എഫ് കോമ ക്യൂ ഡോട്ട് മൈനസ് L1 പ്ലസ് മോഡുലസ് ഓഫ് എസ് ഓഫ് എഫ് കോമ ക്യൂ ഡോട്ട് മൈനസ് L2 എന്ന് വരുന്നു. ഈ വാല്യൂ ലെസ് ദാൻ ആപ്സിലോൺ ആണ്, ഈ വാല്യൂ ലെസ് ദാൻ ആപ്സിലോൺ ആണ്. സോ വി സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ്. അപ്പോൾ എന്ത് കിട്ടും, വിച്ച് ഈസ് ലെസ് ദാൻ ആപ്സിലോൺ പ്ലസ് ആപ്സിലോൺ വിച്ച് ഈസ് ഈക്വൽ ടു 2 എപ്സിലോൺ. നമ്മൾ എപ്സിലോൺ എന്തായിട്ട് എടുത്തത്, മോഡുലസ് ഓഫ് L1 മൈനസ് L2 ഡിവൈഡഡ് ബൈ 2 ആയിട്ടാണ്. സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, മോഡുലസ് ഓഫ് L1 മൈനസ് L2 എന്ന് കിട്ടും. അത് നമുക്കിപ്പോൾ കിട്ടിയത് മോഡുലസ് ഓഫ് L1 മൈനസ് L2 എന്ന് പറയുന്നത് ലെസ് ദാൻ മോഡുലസ് ഓഫ് L1 മൈനസ് L2. ഇതൊരു കോൺട്രഡിക്ഷൻ ആണ്. സോ അവർ അസംഷൻ ഈസ് റോങ്. ദെർഫോർ ഇഫ് f belongs to R of closed interval AB then its integral must be unique. ഓക്കെ, ഈ പ്രൂഫിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഡെൽറ്റ എന്ന് പറയുന്നത് മിനിമം ഓഫ് Δ1 Δ2 ആയിട്ടാണ് എടുക്കുന്നത്. അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അതിൽ പിന്നെ നമ്മൾ നോം ക്യൂ ഡോട്ട് എന്ന് പറയുന്നത് ലെസ് ദാൻ Δ1 ആകുമ്പോൾ ഈ ഫസ്റ്റ് കണ്ടീഷൻ ലെസ് ദാൻ Δ1 ആയിട്ടുള്ള ഏത് ടാഗഡ് പാർട്ടീഷൻ എടുത്തു കഴിഞ്ഞാലും ഈ എസ് ഓഫ് എഫ് കോമ പി ഡോട്ട് എന്ന് പറയുന്ന ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യും. ഇനി Δ2 നോം ക്യൂ ഡോട്ട് എന്ന് പറയുന്നത് ലെസ് ദാൻ Δ2 ആണ്. സോ Δ2നേക്കാളും ചെറിയ വാല്യൂ വരുന്ന ഏത് ടാഗഡ് പാർട്ടീഷൻ എടുത്തു കഴിഞ്ഞാലും ഈ സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. സോ നമ്മളതനുസരിച്ചിട്ട് അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്ത് പറയാം, റീമാൻ ഇൻറ്റഗ്രബിൾ ആയിട്ടുള്ള ഏതൊരു ഫംഗ്ഷൻ്റെയും ഇൻറ്റഗ്രൽ വാല്യൂ യുണീക്ക്ലി ഡിറ്റർമിൻ ചെയ്യാം. യുണീക്കായിരിക്കും എപ്പോഴും. ഓക്കെ, നെക്സ്റ്റ് ഈസ് ലീനിയർ പ്രോപ്പർട്ടീസ് ആണ്, നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.